കഴിക്കാൻ കൊടുത്തു വിട്ട്. ഈ ഉമ്മയ്ക്ക് അന്നേ എന്തെങ്കിലും ഒരു മന്ദത പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വന്നിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഒന്നും ഓർമ്മയില്ല. കാരണം പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല. ഒന്നും ഓർമ്മയില്ല. അമ്മച്ചിക്ക് എനിക്ക് സ്വപ്നം കാണും പോലെ തോന്നി. ഇങ്ങനെ കൈയിട്ട് അടിച്ചിട്ട് സ്വപ്നം കാണും പോലെ തോന്നി. ഫോണിൽ നിന്ന് പറയുമ്പോൾ ഫോണിൽ ആപ്പാണോ? ഫോൺ ആപ്പ്. പിന്നെ അടുത്ത ആശുപത്രി കൊണ്ടുപോയിരുന്നു. 5 പേരെ കൂട്ടക്കൊല ചെയ്ത അഫാന്റെ അമ്മയായിട്ട് രണ്ടാമതൊരു ഇന്റർവ്യൂ 24 ന്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് അത് പബ്ലിഷ് ആയത്. ആ ഇന്റർവ്യൂ കൂടെ കാണുമ്പോൾ ഈ കേസിലെ ദുരൂഹതകൾ കൂടി വരുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്തിനാണ് അഫാൻ കൊന്നത്? ആ ഒരു ചോദ്യമാണ് എല്ലാ മലയാളികളും ഇപ്പൊ തേടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആർക്കും കൺവിൻസിങ് ആയിട്ടില്ല. കഴുത്തിൽ വന്ന് ഷോൾ ഇട്ട് പിടിച്ചു, അതിനുശേഷം ബോധം കെട്ട് വീണു. പിന്നെ പോലീസ് വന്നിട്ട് ജനൽ ഇടിച്ചു പൊട്ടിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ഈ ഒരു 5-6 മണിക്കൂറുള്ള കാര്യങ്ങളാണ് അമ്മയുടെ ഓർമ്മയിലില്ലാത്തത്. ഈ അമ്മ പറയുന്നതനുസരിച്ചിട്ട് അഫാന് ഏതോ മൊബൈൽ ആപ്പ് വഴിയിട്ട് ക്യാഷ് വന്നിട്ടുണ്ട്. അത് ലോൺ ആകാനായിട്ടുള്ള ചാൻസ് നല്ല കുറവാണ്. കാരണം ഒരുപാട് ലോൺ എടുത്ത് കടക്കണി നിൽക്കുന്നവർക്ക് സാധാരണ നോർമലായിട്ടുള്ള കണ്ടീഷനിൽ ആരും ലോൺ കൊടുക്കാറില്ല. തിരിച്ചു കിട്ടത്തില്ല എന്നുള്ളത് അവർക്ക് അറിയാമല്ലോ. പക്ഷെ ഇവിടെ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊരു പക്ഷെ ലോൺ ആയിരിക്കണമെന്നില്ല, മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്ന ക്യാഷ് ആയിരിക്കാം. അതെന്താണ് എന്നുള്ളതും കൂടാണ് അന്വേഷണത്തിന്റെ പരിധിയിലോട്ട് കൊണ്ടുവരേണ്ടത്. എന്തെങ്കിലും മയക്കുമരുന്ന് അമ്മയുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂവർ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചായിരുന്നോ, കുടിച്ചായിരുന്നോ, അതിനുശേഷം എന്തെങ്കിലും മയക്കം ഫീൽ ചെയ്തായിരുന്നു? അപ്പൊ അമ്മ പറയുന്നുണ്ട് ചെറിയൊരു മയക്കം ഫീൽ ചെയ്തായിരുന്നു, എന്താണെന്ന് പക്ഷേ ക്ലാരിറ്റിയിൽ ഓർമ്മയില്ല എന്നുള്ളതൊക്കെ. അപ്പൊ ആ കാര്യം കൂടുതലായിട്ട് മാധ്യമങ്ങൾ അങ്ങനെ ചർച്ച ചെയ്ത് പോയിട്ടില്ല. ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടാണ്. കാരണം എന്തെങ്കിലും ഒരു മരുന്ന് നൽകിയതിന് ശേഷമാണ് ഈ അഫാൻ അമ്മയെ ആക്രമിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയെ വേദനിപ്പിക്കാതെ കൊല്ലാൻ നോക്കിയതാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സ്നേഹം സഹോദരനോടോ കാമുകിയോടോ മറ്റുള്ളവരുടെ അടുത്തോ ഒന്നും കാണിച്ചിട്ടില്ല. ഇന്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് വലിയ പരിക്കുകൾ വിസിബിൾ ആയിട്ട് കാണാനില്ല. ഇനി ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ആ നെറ്റിയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു മുറിവ് കാണാനുണ്ട്. ബാക്കിയുള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ആണ്. അനിയനെ പോലും അടിച്ചടിച്ചടിച്ച് ഒരു പരുവാക്കിയെന്നാണ്. ഈ കാണുന്ന പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അമ്മയെ കൊല്ലാനായിട്ടുള്ള ഒരു പ്ലാൻ അഫാൻ ഉണ്ടായിരുന്നോ എന്നുള്ളത് പോലെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ സൈക്കോളജിക്കൽ ആംഗിളിൽ അന്വേഷിക്കപ്പെടാനായിട്ടുള്ളത് മെത്തേഡ് ഓഫ് കില്ലിംഗ് തന്നെയാണ്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കൊലപാതകം ചെയ്തേക്കുന്നത്. അമ്മ, സഹോദരൻ, കാമുകി 3 പേരും അയാളുടെ പ്രിയപ്പെട്ടവരാണ് എന്ന് തന്നെ പുള്ളി തന്നെ അവകാശപ്പെടുന്നുണ്ട്. അവരെ വളരെ ക്രൂരമായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. അമ്മയെ മാറ്റി നിർത്തിയേക്കുക, കാമുകിയെയും സഹോദരനെയും മൃഗീയമായിട്ട് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ അടിച്ച് മുഖമെല്ലാം ഒരു പരുവാക്കിയിട്ടാണ് കൊന്നേക്കുന്നത്. അമ്മയെ ആക്രമിച്ച രീതി എന്ന് പറയുന്നത് അല്പം സോഫ്റ്റ് ആയിട്ടാണ്. അത് കൊല്ലാൻ വേണ്ടി തന്നെ ആണോ ആക്രമിച്ചെന്നുള്ളത് ഇനി പോലീസ് പറയേണ്ട ഒരു കാര്യമാണ്. നെറ്റിയിൽ ചെറിയൊരു മുറിവേ കാണുന്നുള്ളൂ, അതുകൊണ്ടിട്ട് മരണം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഇല്ല. കഴുത്തിൽ മുറുക്കി എന്ന് പറയുന്നു. മെത്തേഡ് ഓഫ് കില്ലിങ് അവിടെ മാറിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അയാളെ തന്നെ കൊല്ലാനായിട്ട് തെരഞ്ഞെടുത്തതെന്ന് പറയുന്നത് വിഷം കുടിച്ചിട്ട് മരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെയും വലിയതായിട്ട് ഇതേപോലെ ക്രൂരമായിട്ടുള്ള ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല. നോർമൽ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ചെയ്തതാകാം. ഇനി മറ്റു 2 വ്യക്തികൾ അവരെ ശത്രുപക്ഷത്ത് തന്നെ നിർത്തിയേക്കാം. അദ്ദേഹത്തെ അവരുടെ അടുത്ത് ഇയാൾക്ക് കുറെ ദേഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ആ ദേഷ്യം എല്ലാം ഇത് കഴിഞ്ഞപ്പോൾ തീർത്തതായിരിക്കും. അത്രയും കൂടുതൽ വെട്ടൊക്കെ വെട്ടിക്കൊല്ലുക എന്ന് പറയുന്നത് സൈക്കോളജിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഇങ്ങനെ കടക്കണി മൂലം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് മറ്റുള്ളവരെ കൊല്ലാൻ പോകുന്നവര് അവർക്കും വിഷം കൊടുത്തോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലോ ഒക്കെ കൊല്ലുന്നതാണ് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നത്. അല്ലാതെ ചിന്തിക്കുന്നവർ അപൂർവമായിട്ട് ചിലപ്പോൾ സമൂഹത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ അത് സ്വന്തമായിട്ടുള്ള ചിന്തയിൽ മാത്രം കയറി വരത്തില്ല. അവിടെയാണ് ഈ മയക്കുമരുന്നിന്റെ സാന്നിധ്യം എപ്പോഴും അന്വേഷിക്കപ്പെടേണ്ടത്. പക്ഷെ ഈ കേസിൽ വന്നേക്കുന്നത് ഇയാൾ മയക്കുമരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഫൈനൽ റിപ്പോർട്ടാണ്. അത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നു. ഇത്രയും കാര്യം മയക്കുമരുന്നിന്റെ യാതൊരു ഡ്രഗിന്റെയും പിൻബലമില്ലാതെ ചെയ്യുക എന്ന് പറയുന്നത് സ്ട്രെയിഞ്ച് തന്നെയല്ലേ? അത് മാത്രമല്ല, ഇപ്പൊ അമ്മ പറയുന്ന അനുസരിച്ചിട്ട് അയാൾ ഈ ചായ കുടിച്ചെന്ന് പറയുന്നു. അപ്പൊ ചായക്കകത്ത് എന്തൊക്കെയോ കൊടുത്ത് അമ്മ അതിനു മുമ്പ് തന്നെ ഒരു മയക്കത്തിലോട്ട് പോയതാക്കാം എന്നുള്ള വിധത്തിലുള്ള ഒരു ചർച്ചയാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ വന്നേക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടില്ല. എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ ഒരു മയക്കുമരുന്നിന്റെ ആംഗിൾ കൂടുതലായിട്ട് അന്വേഷിച്ചു പോകാത്തത് എന്നുള്ളതാണ് സമൂഹത്തിന് സംശയമായിട്ട് നിൽക്കുന്നത്. ഇനി ഈ മയക്കുമരുന്ന് എങ്ങനെയാണ് ശരീരത്തിൽ കടന്നിട്ടുണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നത്? അഫാൻ എന്ന് പറയുന്ന വ്യക്തിയെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തും അതേപോലെ നഖവും മുടിയൊക്കെ പരിശോധിച്ച് നോക്കാം. എന്തെങ്കിലും മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നിട്ടുണ്ടോ? കുറച്ച് നാളിനുള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിലും അറിയാനായിട്ട് പറ്റും. പക്ഷെ ഈ ടെസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് പല മയക്കുമരുന്നുകളുമായിട്ട് കമ്പയർ ചെയ്താൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഇന്ന മയക്കുമരുന്ന് ചെന്നിട്ടുണ്ടോ അത് ടെസ്റ്റ് ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡിലായിരിക്കാം പരിശോധിക്കപ്പെടുന്നതെന്ന് പറയുന്നത്. ഇനി പുതിയതായിട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു മയക്കുമരുന്ന് ഇഷ്ടം പോലെ സൊസൈറ്റിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സിന്തറ്റിക് ഡ്രഗ്സ് പല കോമ്പിനേഷനിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ മയക്കുമരുന്നുകളുടെ എല്ലാ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഒന്നും നമ്മുടെ പോലീസിന്റെ ഒരു വിഷയം ഉണ്ടായിരിക്കത്തില്ല. ഇനി അഥവാ ഇത് ഏതെങ്കിലും ഒരു പുതിയ സിന്തറ്റിക് ഡ്രഗ് പരീക്ഷണാർത്ഥം ഒരാളില്
കൊടുത്ത് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വന്ന ഒരു കൊലപാതക പരമ്പരയാണോ ഇതെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. അതിനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നടത്തേണ്ടതെന്ന് പറയുന്നത്. സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ന്യൂസിനെ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടിട്ടായിരിക്കാം അഫാൻ ഈ വിധത്തിൽ ഈ കൊലപാതക പരമ്പരകളൊക്കെ നടത്തിയത്? അല്ലെങ്കിൽ വളരെ കുറച്ചു നേരത്തേക്ക് ഇയാൾക്ക് എന്തുകൊണ്ടിട്ടായിരിക്കാം മൈൻഡ് തന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത്? ഒരു പക്ഷേ ഏതെങ്കിലും പുതിയ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗുകൾ അയാളിലേക്ക് കടന്നു ചെന്നതാണോ, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കേണ്ടത് സമൂഹത്തിന് അത്യാവശ്യമാണ്. സ്വന്തം സഹോദരനെ ഇതേപോലൊക്കെ കൊല്ലണമെന്നുണ്ടെങ്കിൽ, അതും കൊച്ചുകുട്ടിയായിട്ടുള്ള സഹോദരനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നോർമലായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ പറ്റത്തില്ല. ഒരടി അടിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ചോര തെറിച്ച് വീഴുമ്പോൾ തന്നെ കൈ വിറച്ചു പോവും, ക്ഷീണിച്ചു പോവും, ടയർഡായി പോവും. അപ്പൊ അത്രയും നേരം ആ എനർജറ്റിക് ആയിട്ട് നിന്ന് ഈ ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് പറ്റത്തില്ല എന്നുള്ളത് സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. 2019 മുതൽ 900-ലധികം വെറൈറ്റി ഡ്രഗ്സ് സമൂഹത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് പല പഠനങ്ങളും പറയുന്നത്. ഈ ഡ്രഗ്സ് ഒന്നും മനുഷ്യരിലോട്ട് എത്തിക്കുന്നതിന് മുമ്പ് മറ്റ് ജീവികളിൽ ടെസ്റ്റ് ചെയ്യുകയോ അങ്ങനൊന്നും ഇല്ല. ഏതെങ്കിലും ഇതേപോലെ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും, അവർക്ക് കൊടുത്തു നോക്കുമ്പോൾ അവർ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും അവർക്ക് പറ്റി കഴിഞ്ഞാൽ പറ്റി, അല്ലെങ്കിൽ അവർ ആരെങ്കിലും എന്തെങ്കിലും പോയി ചെയ്തു കഴിഞ്ഞാൽ ചെയ്തു, ചോദിക്കാനും പറയാനും ആരുമില്ല. പല വികസ്വര രാജ്യങ്ങളുമാണ് ഇതിനു വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് അന്വേഷണങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ലല്ലോ. ഇങ്ങനെ ഒരു 10-15 പേർക്ക് കൊടുത്തു കഴിഞ്ഞ് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു കമ്മ്യൂണിറ്റിയിലോട്ട് എത്തിക്കും. അങ്ങനെയാണ് പല ഡ്രഗ്സും സമൂഹത്തിൽ വളരെ കോമൺ ആവുന്നതെന്ന് പറയുന്നത്. MDMAയോ LSDയോ അതേപോലുള്ള ഡ്രഗ്സ് ഒക്കെ എത്തുന്നതിന് മുമ്പ് ഇതേപോലുള്ള പല ഘട്ടങ്ങളും പല സ്റ്റേജിലായിട്ട് നടന്നിട്ടുണ്ടായിരിക്കാം, നമ്മൾ അറിയുന്നില്ലല്ലോ. സൊസൈറ്റിയിൽ എന്തുമാത്രം കൊലപാതകങ്ങൾ, ആത്മഹത്യകളൊക്കെ നടന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ എത്ര മനുഷ്യർ, ചെറിയ ആൾക്കാർ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇല്ലാതായി പോകുന്നുണ്ട്. ഇത് എന്തുകൊണ്ടിട്ടാണ് എന്ന് പഠിക്കാനായിട്ടുള്ള സിസ്റ്റം നമ്മുടെ രാജ്യത്തൊന്നും ഇല്ലല്ലോ. ഒരു കൊലപാതകം നടക്കുന്നു, കുറച്ചു നാൾ ആൾക്കാർ വാർത്തയിൽ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നു. അത് കഴിയുമ്പോൾ അത് കെട്ടടങ്ങുവാണ്, അടുത്ത വാർത്ത വരും, അതിന്റെ പുറകിലേക്ക് പോകും. അല്ലാതെ ആ ഒരു കൊലപാതകം നടന്നതിന്റെ റീസൺ എന്താണ്, ഈ രീതിയിൽ അദ്ദേഹം മറ്റുള്ളവരെ കൊല്ലാനുള്ള കാരണത്തിലേക്ക് വളരെ ആഴത്തിൽ ഇറങ്ങിപ്പോയാൽ മാത്രമേ നമുക്കിത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.